നമസ്കാരം കേസ് ജഗനടപ്പാലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മളെ എടപ്പാൾക്കാർക്കും പൊന്നാനിക്കാർക്കും അഭിമാനിക്കാൻ പറ്റുന്ന രഘുദേവൻ്റെ ഫോട്ടോ ആയിരുന്നത്. ആ രഘുദേവാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം രഘു. ജഗൻസ് ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. സിനിമ ചെയ്യുക, സീരിയൽ ചെയ്യുക, ഷോർട്ട് ഫിലിം ചെയ്യുക, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ്, അതേപോലെ തന്നെ വ്ളോഗർമാർ, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ഇതിലൊന്നും പെടാതെ റോക്കറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല. രഘു, നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത്? സത്യത്തിലെല്ലാം പ്രപഞ്ചശക്തിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. റോക്കറ്റിൽ നമ്മൾ ISROയ്ക്ക് എത്താൻ പറ്റിയത്. നമ്മുടെ തന്നെ ഒരു കമ്പനിയാണ് മാക്പേ എന്ന് പറയുന്നത്. മാക്പേയുടെ ബ്രദേഴ്സ് കമ്പനിയാണ് ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്ന വയലറ്റ് ഹിൽ ഫിലിംസ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ അനിയനായ ആകാശും അവൻ്റെ വൈഫായ കശ്മീരിയാണ് അവിടെ അത് ലീഡ് ചെയ്ത് പോകുന്നത്. അവർ ത്രൂ ആണ് നിങ്ങൾ അവിടെ എത്തുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നിങ്ങളെടുത്ത ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ഫീൽ ഒന്ന് പറയാമോ? ശരിക്കും ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നമ്മൾ അച്ചീവ്മെൻ്റ് എടുക്കുന്നത് അവാർഡുകളിലൂടെ മാത്രമൊന്നല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെ ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇന്ന് ഒരു രാഷ്ട്രീയത്തിൻ്റെ ബേസിലല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ത്യൻ എന്നൊരു പൗരൻ്റെ നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം എൻ്റെ ഒരു ഫോട്ടോ ലോകത്തിന് മുമ്പിൽ എത്തിച്ചപ്പോൾ എനിക്ക് ഉണ്ടായൊരു അനുഭവം, ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി. കാരണം ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് മാത്രമല്ല എടപ്പാൾക്കാരനായി എനിക്കും പൊന്നാനിക്കാർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിരുന്നു അത്. ആക്ച്വലി നമുക്ക് ഫോട്ടോ എടുക്കാൻ, റോക്കറ്റിനെ കാണാനും തൊട്ടറിയാനും പറ്റുന്ന തന്നെ വലിയൊരു അഭിമാനമായിരുന്നു. അതിനപ്പുറം ഈ ഒരു സാധനം കൂടി വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങളുടെ ഈ ഫോട്ടോഗ്രാഫി ലൈഫ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഞാൻ 2011 ഫോട്ടോഗ്രാഫി മേലേക്ക് വരുന്നത്. അതിന് മുമ്പ് വേറെ പല ഇത് പഠിച്ചതുമാണ്, ജോലി ബിസിനസ്സും ഒക്കെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പാഷൻ്റെ പുറകെ നടക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് ജോയിൻ ചെയ്യായിരുന്നു. നേരെ വരുന്ന സ്പേസിൻ്റെ ഫോട്ടോ, റോക്കറ്റ് ഫോട്ടോസ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണോ? അല്ല, ഞാൻ ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. നമ്മൾ മാറഞ്ചേരി തന്നെയുള്ള, നമ്മുടെ എടപ്പാൾ മാറഞ്ചേരി തന്നെയുള്ള ലൈറ്റ് മാജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പഠിച്ചിറങ്ങി അവിടെ തന്നെ മാഷായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കമ്പനികൾക്ക് വേണ്ടിയിട്ട്. അന്നും ഇതുപോലെ കുറേ സംഭവങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും അറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും. ഫോട്ടോഗ്രാഫി മാത്രമാണോ ഫോക്കസ്? വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ ഈ ജീവിതത്തിൽ? ഞാൻ ഫോട്ടോഗ്രാഫി മാത്രമല്ല ഫോളോ ചെയ്യുന്നത്. ആദ്യം ഫോട്ടോഗ്രാഫി മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബാംഗ്ലൂരൊക്കെ പോയതിന് ശേഷം സിനിമാറ്റോഗ്രാഫിയും കൂടെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. നമ്മൾ ആതിരപ്പള്ളി പ്രോജക്റ്റിന് വേണ്ടിയിട്ടും ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരള ഫോറസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ യൂട്യൂബ് ചാനലൊക്കെ നമ്മളെ കുറേ വീഡിയോസുകൾ കൊടുക്കുന്നുണ്ട്. അതൊന്നും നാട്ടുകാർക്ക് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ അറിയാത്ത പല കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊന്നാനിൽ തന്നെ ചരിത്രത്തിലെ സോളോ എക്സ്പ്രഷൻ ചെയ്ത ഒരാൾ കൂടിയാണ് ഞാൻ. അത് നമ്മളെ സഹായിച്ചത് ഗുഡ്ലി എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ഞങ്ങളുടെ സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനായ പ്രിൻസിൻ്റെ കാർട്ടൂൺ പരിപാടികളും അങ്ങനെ ഞങ്ങൾ കലാവിരുന്നുകളും അങ്ങനെ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം. സംഭവം പൊന്നാനിക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പം താമസിക്കുന്നത് എടപ്പാളിലല്ലേ? എടപ്പാളിൽ എവിടെയാണ് താമസിക്കുന്നത്? പെരുമ്പറമ്പിലാണ് ഇപ്പോൾ താമസമുള്ളത്. ഓക്കെ. ഈ പൊന്നാനി നെയ്തലൂർക്കാരനാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് പെരുമ്പറമ്പിലാണല്ലേ? ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എടപ്പാൾക്കാരും പൊന്നാനിക്കാരും ഋതുവിനെ എങ്ങനെയാണ് കാണുന്നത്? പറയുകയാണെങ്കിൽ ഇപ്പൊ FBയിലും ഇൻസ്റ്റയിലും ഒക്കെ എല്ലാരും ഈ ഇത് കണ്ടപ്പോൾ എല്ലാരും ഷെയർ ചെയ്യുന്നുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിന് കൂടെ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരന്മാർ തന്നെ കേട്ടോ. ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ കയറയച്ചിട്ട പോലെയാണ് എൻ്റെ ഫാമിലി. എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഫ്രീഡം എല്ലാത്തിനും. ഈ ISRO എന്നൊക്കെ പറയുന്നത് നമ്മൾ TV മാത്രം കണ്ടു പരിചയമുള്ളതാണ്. ആ ഒരു ലോകത്തിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. അവിടേക്ക് ഋതു എത്തിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം? ഞാനും നിങ്ങൾ പറഞ്ഞ പോലെ വാർത്തകളിൽ TV ചാനലിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനമാണ് മൗസ് പോയിന്റുകളും കമ്പ്യൂട്ടറും. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പറഞ്ഞാൽ സെക്യൂരിറ്റി ഹൈ സെക്യൂരിറ്റിയാണ്. നമ്മളെ ഇന്ത്യയിലെ തന്നെ പ്രധാന 5 ഇടങ്ങളിൽ ഒരു ഇടമാണ് ISRO. വർക്ക് നമുക്ക് നൈസായിരുന്നു. കാരണം എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും കാണാൻ പറ്റി. ഒന്ന് ഈ ചടങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ലോഞ്ച് പാഡ് പോകാൻ പറ്റി. ലോഞ്ച് പാഡിലാണ് സ്റ്റാക്കിങ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ആ സ്റ്റാക്കിങ് കാണാൻ പറ്റി. എങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് ഇത് സ്റ്റാക്ക് ചെയ്യുന്നതും എല്ലാം അനുഭവിച്ചറിയാനും തൊട്ടറിയാനും എന്ന് പറഞ്ഞ പോലെ നമുക്ക് സ്പേസിലേക്ക് പോകുന്ന ഒരു സാധനത്തെ നമ്മൾ തൊട്ടറിയാന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം.
ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. അതെ, പിന്നെ ശുഭാം ശുക്ലയെ പോലുള്ള ആൾക്കാരെ നമുക്ക് നേരിൽ കാണാനും സംസാരിക്കാനും ഷെയ്ക്കൻഡ് കൊടുക്കാനൊക്കെ പറ്റുക എന്നൊരു ഭാഗ്യമല്ലേ. പിന്നെ ഭാഗ്യം അതിനോട് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം കൂടിയാണ്. സ്വാതന്ത്ര്യത്തോടെ പറക്കാൻ പറ്റുന്നവരാണ് ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളത്. അതിനൊരു ഉദാഹരണമാണ് ഇത്. താങ്ക് യു. നിങ്ങൾ ഇത്രയും വിലപ്പെട്ട സമയം ജഗൻസ് ബ്രോഡ്കാസ്റ്റിനോട് സഹകരിച്ചിരുന്ന് നന്ദി. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സ്നേഹം, സന്തോഷം. ഈ ഒരു സീറ്റിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജഗൻ എടപ്പാൾ.